പറയുന്നുണ്ട്. ദൈവജനത്തെ കുറിച്ച് 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അതെ, അവൻ ജനത്തെ സ്നേഹിക്കുന്നു. അതെ, അവൻ ജനത്തെ സ്നേഹിക്കുന്നു. ഒന്ന്, ദൈവത്തിന്റെ ജനം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇതിനകത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം ഒരു പ്രതികാര നടപടി എടുത്തിരുന്നെങ്കിൽ നമ്മൾ ആരും ഇതിനകത്ത് കാണത്തില്ലായിരുന്നു. പക്ഷെ നമ്മെ സ്നേഹിച്ച് നമ്മോട് കരുണ കാണിച്ചത് കൊണ്ട്, ദയ കാണിച്ചത് കൊണ്ട്, സ്തോത്രം, നമ്മൾ ഇതിനകത്തിരിക്കുന്നു. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് അർഹിക്കാത്തത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരുന്നതാണ്. ദൈവത്തിന്റെ ദയ എന്ന് പറയുന്നത് നമുക്ക് അർഹതപ്പെട്ടത് നമുക്ക് തരാതിരിക്കുന്നതാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഞായറാഴ്ച വെളിപ്പെടുന്ന ദൈവമേ നിന്റെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒന്നും ചിലപ്പോൾ ഓടാൻ പറ്റത്തില്ല എങ്കിലും, സ്തോത്രം, ദൈവത്തിന്റെ സ്നേഹം. ഒന്ന്, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ജനം. 2, അവരുടെ സകല വിശുദ്ധന്മാരും തൃക്കൈയിലിരിക്കുന്നു. സ്തോത്രം, ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ട ജനം. ഹല്ലേലൂയ. ഞാനും നിങ്ങളും എവിടാന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ കരത്തിന്റെ അകത്താണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടല്ലേ പറയുന്നത്, പുരാതനനായ ദൈവം എന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. താണു പോകാതെ, തകർന്നു പോകാതെ, താളടിയായി പോകാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ താഴെ ഒരു ശാശ്വത ഭുജമുള്ളത് കൊണ്ടാണ്. സ്തോത്രം. 1 മണിക്കൂറോ അല്ലെങ്കിൽ 1 ദിവസമോ 1 വർഷമോ 5 വർഷമോ നിൽക്കുന്ന കരമല്ല, ശാശ്വത ഭുജമാണ്. ഇന്നും എന്നും തളരാതെ, തകരാതെ, ജീവിതത്തിൽ അടിക്കുന്ന കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് പതിച്ച സ്ഥാനത്തും തകർന്നു പോകാതെ നിൽപ്പാൻ ഇടയായി തീർന്നത് ഈ ശാശ്വത ഭുജം കീഴെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. സ്തോത്രം. മോഷ്ടിക്കുവാൻ, അറുക്കുവാൻ, മുടിപ്പാൻ ശത്രു വന്ന സ്ഥാനത്തും എന്തുകൊണ്ടാണ് മോഷ്ടിക്കപ്പെട്ട് പോകാതിരുന്നത്, അറുക്കപ്പെട്ട് പോകാതിരുന്നത്, മുടിഞ്ഞു പോകാതിരുന്നതെന്ന് ചോദിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 28-29 വാക്യത്തിനകത്ത് യേശു കർത്താവ് വ്യക്തമായി പറഞ്ഞു, എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ എന്റെ ജനത്തെ ഞാൻ അനുവദിക്കത്തില്ല, ഒരിക്കലും സാധിക്കത്തില്ല. എന്റെ പിതാവിന്റെ കരത്തിൽ നിന്നും പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ പറ, ഇന്ന് ഞാൻ എന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ, എന്റെ യേശുവിന്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ്.